ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ അവസാനം വിട്ട ആഫ്രിക്കയിൽ 2 പേരുടെ കൂടെ ബൈക്കിൽ പോകുന്ന വീഡിയോ. ട്രാവൽ വ്ളോഗ് ചെയ്യേണ്ടി വരുന്ന മലയാളി പെൺകുട്ടികൾക്ക് അന്യനാട്ടിൽ വെച്ച് മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഇടയ്ക്കിടെ കേൾക്കാറുണ്ട് അല്ലെ. ഈ അടുത്ത കാലത്ത് ജോർദാനിൽ വെച്ച് ജന്ന ഷസ്മിന എന്ന് പറഞ്ഞ യുവതിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാക്ക് പാക്കർ അരുണിമയെ കുറിച്ച് പിന്നെ പറയാത്തതാണ് നല്ലത്. ആദ്യമൊക്കെ അരുണിമ ഇങ്ങനെ മോശം അനുഭവം നേരിട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും അവരെ നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ വന്ന് എപ്പോ നോക്കിയാലും മോശം അനുഭവം നേരിട്ടു എന്നും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ അരുണിമ ചെയ്യാൻ തുടങ്ങി. ഒരുമാതിരി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ായിരുന്നു പലപ്പോഴും തോന്നിയിരുന്നത്. പിന്നെ അനാവശ്യമായി അരുണിമ തന്നെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും പിന്നെ അവസാനം അയ്യോ അവരെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നും പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഒരു മലയാളി ട്രാവൽ വ്ളോഗർക്ക് ആഫ്രിക്കയിൽ വെച്ചുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എല്ലായ്പ്പോഴും മോശം അനുഭവം നേരിടേണ്ടി വരുമ്പോഴാണല്ലോ അത് വലിയ പ്രശ്നമായി മാറുന്നതും ചർച്ചയായി മാറുന്നതും ഒക്കെ. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടിക്ക് യാതൊരു മോശം അനുഭവവും നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നമായി മാറിയത്. കൺഫ്യൂഷൻ ആയോ? എന്നാ കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സംസാരിക്കുന്നത് ഹിബ എ സമദ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഊരുതെണ്ടി MKD എന്നുള്ളതാണ് ഹിബയുടെ ID. ഹിബ ഒരു ട്രാവൽ വ്ളോഗർ ആണ്. അരുണിമയെ പോലെ തന്നെ ഹിച്ച് ഹൈക്കിംഗ് യാത്രാ രീതികളാണ് ഹിബ പലപ്പോഴും പിന്തുടരാറുള്ളത്. നിലവിൽ ഹിബ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലൂടെയാണ്. ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ വെച്ച് അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള 2 പേരുടെ കൂടെ ബൈക്കിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു റീൽ വീഡിയോ കഴിഞ്ഞ ദിവസം ഹിബ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ റീലാണ് ആക്ച്വലി പണി പറ്റിച്ചത്. ഞാൻ ആ റീലൊന്നുകൂടെ പ്ലേ ചെയ്യാം. ഹിബ റീലിൽ എഴുതിയത് കണ്ടില്ലേ? പേടിക്കേണ്ട, ആരും പേടിക്കേണ്ട, ഞാൻ സേഫ് ആണ്, എല്ലാവരും പ്രശ്നക്കാരാവണമെന്നില്ല, സോളോ ട്രാവൽ ഇൻ ആഫ്രിക്ക. ഇത്രയുമാണ് ഹിബ എഴുതിയിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഹിബ ഇങ്ങനെ എഴുതിയതെന്ന് അറിയില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റീല് ചെയ്തൊന്നും അറിയില്ല. മേ ബി ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. ആഫ്രിക്കക്കാരെന്തോ മോശക്കാരാണ്, ഭീകരന്മാരാണ് എന്നൊരു പൊതുബോധമുണ്ടല്ലോ. അത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവണം, അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയും റീല് വൈറലാവാൻ വേണ്ടിയും കരുതിക്കൂട്ടി ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ട് ചെയ്തതുമാവാം. നമ്മൾ അടക്കം ഇന്ന് ഹിബയെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം ഈ റീലും അതിന് കൊടുത്ത ക്യാപ്ഷനും ഒക്കെ ആണല്ലോ. സോ വൈറലാവാൻ വേണ്ടിയുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇനി ഈ റീലിന് ഹിബ കൊടുത്തൊരു ക്യാപ്ഷൻ ഉണ്ട്, അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഇംഗ്ലീഷിലാണ് ഹിബ ക്യാപ്ഷൻ എഴുതിയിരിക്കുന്നത്. ഞാൻ ആ ക്യാപ്ഷൻ സൈഡിൽ കൊടുക്കാം, എന്നിട്ട് മലയാളീകരിച്ച് പറഞ്ഞുതരാം. ചിലപ്പോൾ നമ്മൾ ഒരു പ്രദേശത്തെ കുറിച്ച് പല കഥകളും കേട്ടിട്ട് ആ സ്ഥലം മോശമാണെന്ന് കരുതാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഒരു മോശം സംഭവം കൊണ്ട് മാത്രം ഒരു രാജ്യത്തെയോ അവിടുത്തെ ആളുകളെയോ വിലയിരുത്താൻ കഴിയില്ല. ലോകത്തെ എല്ലായിടത്തും എന്ന പോലെ നല്ലതും ചീത്തയും എല്ലാ സ്ഥലത്തും ഉണ്ട്. എന്റെ യാത്രയിൽ എനിക്ക് മോശമായി ഒന്നും തോന്നിയില്ല. ഈ 90 ദിവസങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത അത്രയും സ്നേഹവും മനുഷ്യത്വവും ഒക്കെ എനിക്ക് അനുഭവിക്കാൻ കഴിയും. ദൂരെ നിന്ന് കാര്യങ്ങളെ വിധി കൽപ്പിക്കുന്നതിന് പകരം നമ്മളത് നേരിട്ട് അനുഭവിച്ചത് അറിയുക തന്നെ വേണം. കാരണം നമ്മൾ കേൾക്കുന്നതെല്ലാം ശരിയാകണമെന്നില്ല, എല്ലാവരും ഒരുപോലെയല്ല. നമ്മൾ നേരിട്ട് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നത് വരെ മാത്രമേ ഈ ലോകം പേടിപ്പെടുത്തുന്ന ഒന്നായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. ഇതാണ് ഹിബയുടെ ക്യാപ്ഷന്റെ മലയാളം പരിഭാഷ എന്ന് പറയുന്നത്. ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ എൻകറേജ് ചെയ്യുന്ന തരത്തിലാണ് ഹിബ ക്യാപ്ഷൻ എഴുതിയിട്ടുള്ളത് അല്ലെ. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ക്യാപ്ഷൻ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഹിബ 2 ആഫ്രിക്കക്കാരുടെ നടുവിലിരുന്ന് യാത്ര ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പലർക്കും അത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ആക്ച്വലി ഹിബയുടെ ബാക്കിൽ ഇരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. അവളുടെ ഹെയർ സ്റ്റൈൽ ഒക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. റീല് കണ്ട പലരും അവളൊരു ആൺകുട്ടിയാണെന്നാണ് തെറ്റിദ്ധരിച്ചു വെച്ചേക്കുന്നത്. 2 ആഫ്രിക്കൻ ആണുങ്ങളുടെ കൂടെ, അതും അവരുടെ 2 പേരുടെയും നടുവിൽ ഇരുന്നു കൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു മലയാളി പെൺകുട്ടി. പലർക്കും അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ റീല് കണ്ട പല ആളുകളും ഹിബയ്ക്കെതിരെ മോശം കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഹിബ ഈ യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായതായി പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ടും ചില ആളുകൾ ഹിബയെ മോശക്കാരിയായി ചിത്രീകരിച്ചു എന്നുള്ളതാണ്. ഒന്നാമത് ആ ബാക്കിൽ ഇരിക്കുന്നത് പെൺകുട്ടിയാണെന്ന് മനസ്സിലാകാത്ത കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അത് പെൺകുട്ടിയാണ് എന്ന് മനസ്സിലായവർക്കാണെങ്കിലോ ഹിബ ബൈക്കിനെ ബാക്കിൽ ഇരിക്കാതെ നടുവിൽ പോയിരുന്നതാണ് പ്രശ്നം. എന്തായാലും ഇങ്ങനെ മോശം കമന്റ് ഇട്ടവർക്കെതിരെ ഹിബ തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ അവസാനം വിട്ട ആഫ്രിക്കയിൽ 2 പേരുടെ കൂടെ ബൈക്കിൽ പോകുന്ന വീഡിയോൻ്റെ താഴെ വന്ന കമന്റ്സ് ആണ്. അത്രയും മോശമായിട്ടുള്ള കമന്റ്സ് ആണ് അതിന്റെ താഴെ വന്നിട്ടില്ല. ഓക്കെ, ഇവ പറഞ്ഞ മോശം കമന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ഈ വീഡിയോയിലെ കമന്റ് ബോക്സ് ഒരുപാട് തപ്പിയിട്ടുണ്ടായിരുന്നു. ഇവ പറഞ്ഞ അത്ര അധികം മോശം കമന്റ്സ് ഒന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി കുറെയൊക്കെ ഹിബ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണോ എന്ന് അറിയില്ല. എന്നാലും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് കുറെ മോശം കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഹിബ പറഞ്ഞ കമന്റുകളൊന്ന് വായിച്ചു നോക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ബ്രോ. പഴമക്കാർ പറയുന്നത് പോലെ ദർശനമേ പുണ്യം സ്പർശനമേ സുഖം എന്നാണ്. പൈസക്കാരെങ്ങനെ കാണിക്കാനോ? നിന്റേത് പൊളിയുന്നതിന് ഞങ്ങൾ എന്തിനും പേടിക്കണം? വലിയ കാര്യമായി പോയി. അതിനാര് പേടിക്കുന്നു? നിങ്ങൾക്കില്ലാത്ത പേടി ഞങ്ങൾക്ക് എന്തിനാണ്? ചന്ത ഒട്ടിപ്പിടിക്കാതെ നോക്കിക്കോ. അത് അവരെ മുഖത്തുള്ള എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. നീ സേഫ് ആയാലും അല്ലെങ്കിലും ആർക്ക് പോകും, ആർക്ക് കിട്ടും.
ആർക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെന്താ സേഫ്റ്റിക്ക് കുറവ്. ടേക്ക് കെയർ അബൌട്ട് ആഫ്രിക്കൻ ബനാനാസ്. ബാക്കിൽ ഇരിക്കുന്നവന്റെ കൈ എവിടെയാണെന്ന് കണ്ടോ? നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പേടിച്ചു പോയനെ. പണ്ടൊരാൾ കുതിര പുറത്തു പോയ കുലുമാലി ഇതുവരെ മാറിയിട്ടില്ല. അതൊക്കെ നിന്റെ ഇഷ്ടമാണ്. നീ സേഫാണ് അല്ലെ? എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്ത് കേരളത്തിൽ ജീവിച്ചുകൂടെ? അവിടെയൊക്കെ വളരെ ആപത്തുള്ള സ്ഥലങ്ങളിൽ തൊഴിലുറപ്പിന് പോയാൽ 350 രൂപ കിട്ടുന്നുണ്ട്. പക്ഷെ 2 ചെക്കന്മാരുടെ ഏറ്റവും പിന്നിൽ ഇരിക്കാമെന്ന് നടക്ക്. ഇരുന്നാൽ ആൾക്കാർക്ക് ഓരോന്നും പറയുന്ന കാലമാണ്. ബസ്സിലൊപ്പം ഇരുന്നാൽ ഒന്ന് മുട്ടിയാൽ സ്വന്തം ശരീരം ഒന്ന് ചൊറിഞ്ഞാൽ പോലും പ്രശ്നമാണ്. അപ്പോഴായി 2 കുണ്ടന്മാരുടെ നടക്ക്. കണ്ടല്ലോ, ഇങ്ങനെ പോകുന്നു കമന്റുകൾ. ഇതിപ്പോ ആദ്യമായിട്ടായിരിക്കും ഒരു പെൺകുട്ടി നല്ല കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് ഇറങ്ങി പോകുന്നത്. ആളുകൾ ഇങ്ങനെ കമന്റ് ഇടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയാം. ഒരു കാരണം ഈ ബാക്ക് പാക്കർ അരുണിമയൊക്കെ തന്നെയാണ്. അരുണിമ ഇതേപോലെ ഏതാണിന്റെ കൂടെ പോകുന്ന വീഡിയോ ഇട്ടാലും ആളുകൾ ഇപ്പൊ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടാറുണ്ട്. കാരണം ആരുടെയെങ്കിലും ഒക്കെ കൂടെ പോയിട്ട് അവസാനം അയാൾ എന്നെ ഉപദ്രവിച്ചെന്നും പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അരുണിമയ്ക്ക്. ആദ്യമൊക്കെ ആളുകൾ അരുണിമയെ വിശ്വസിച്ചു, സപ്പോർട്ടും ചെയ്തു. പക്ഷെ പിന്നീട് അത് സ്ഥിരമായപ്പോ പണ്ട് സപ്പോർട്ട് ചെയ്ത അതേ ആളുകൾ തന്നെ അരുണിമയെ ഏറെ കയറ്റി. ഇപ്പൊ ഇങ്ങനെ ഒരു ആണിന്റെ പിറകിൽ യാത്ര ചെയ്യുമ്പോഴും ആളുകൾ അവിടെ കാണുന്നത് അരുണിമയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ദീപക് സിംജിത വിഷയവും ഒരു കാരണമാണ് കേട്ടോ. പക്ഷെ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഇത്തരത്തിലുള്ള വൾഗറായിട്ടുള്ള കമന്റുകൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടില്ല, നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് റീച്ച് ഉണ്ടാക്കാനും നോക്കിയിട്ടില്ല. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഈ പെൺകുട്ടി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും വളരെ മോശം കമന്റുകളിലൂടെ അവളെ അധിക്ഷേപിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഹിബക്ക് പറയാനുള്ളത് ബാക്കിയോട് കേട്ടോക്കാം. അത്രയും മോശമായിട്ടുള്ള കമൻസ് ആണ് അതിൻ്റെ താഴെ വന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രതികരണ വീഡിയോയുമായിട്ട് വന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ പറയും, ഇവിടെ പറയുകയും ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആഫ്രിക്കയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കംപ്ലീറ്റ് ബാക്ക് പാക്കിംഗ് ആണ്, ഹിച്ച് ഹൈക്കിംഗ് ആണ്. താൻസാനിയയിൽ ഒരു ഒറ്റപ്പെട്ട വില്ലേജിലാണ് ഈ ചെന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഹഡ്സബി എന്ന് പറയുന്ന ഹണ്ടിങ് ട്രൈബ്സ് കേട്ടിട്ടുണ്ടാവും, വേട്ടയാടി പിടിക്കുന്ന, അവരെ കാണാൻ വേണ്ടി പോയതാണ്. പോകുന്ന വഴിക്കാണ് ഈ പെൺകുട്ടിയെ, എൻ്റെ ബാക്കിലിരിക്കുന്ന പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, 2 മക്കളുടെ അമ്മയാണ് ആ സ്ത്രീ. ഇപ്പൊ എല്ലാവർക്കും സമാധാനമല്ലോ അല്ലെ? ബാക്കിലിരിക്കുന്നവന്റെ കൈ എവിടെയാണ് വെച്ചിരിക്കുന്നത് നോക്കിക്കേ. 2 ചെക്കന്മാരുടെ നടുവിലിരുന്ന് പോകാൻ നാണമില്ലേ എന്നൊക്കെ കമന്റ് ചെയ്തവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ സമാധാനമായില്ലേ? അതൊരു പെൺകുട്ടിയാണ്, അമ്മയാണ്. സോ ഇനി ബാക്കിലിരിക്കുന്ന ആളെ പേടിക്കണ്ടല്ലോ അല്ലെ? ഫ്രണ്ടിലിരിക്കുന്ന ആളെ പേടിച്ചാൽ മതിയല്ലോ അല്ലെ? പക്ഷെ അതും പ്രശ്നമല്ല. മറ്റേ പെണ്ണിന്റെ സഹോദരൻ എങ്ങാണ്ടുമാണ്. അവർ ഇവയും കൊണ്ട് അവിടെയുള്ള ഒരു ഹണ്ടിൻ ട്രൈബിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. തനിക്ക് അവരിൽ നിന്നും യാതൊരു വിധത്തിലുള്ള മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ഹിബ തന്നെ തുടർന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. 2 മക്കളുടെ അമ്മയാണ് ആ സ്ത്രീ. അപ്പോൾ അവരെയാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ എനിക്ക് ടെൻ്റ് അടിക്കണം എന്നുള്ള ഉദ്ദേശം ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് അവരെ വീട്ടിൽ നിൽക്കുക എന്നുള്ളത്. അവരെ വീട്ടിൽ ഒരു ദിവസം തങ്ങിയിട്ട് പിറ്റേ ദിവസം അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ബ്രദറിൻ്റെ കൂടെ ബൈക്കിൽ കറങ്ങാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. അതായത് ആ ഹണ്ടിങ് ട്രൈബ്സിനെ തേടിയിട്ട് അവരുടെ സ്ഥലത്തേക്ക് പോകുന്ന യാത്രയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ബാഗും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആ സമയത്ത് ബാക്കിലിരിക്കാൻ നിന്ന് എന്നെ അവരാണ് നടുവിലിരുത്തിയത്. വേണ്ട, ബാക്കിൽ സേഫ് അല്ല, ഒന്നാമത് എക്സ്ട്രീം ഓഫ് റോഡാണ്, നിറച്ചും പൊടിയാണ്, ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ അവർക്ക് നമ്മളോടുള്ള ഒരു കാര്യപ്പുറത്താണ് അവർ എന്നെ നടുവിലിരുത്തിയത്. ഈ ഒരു നടുവിലിരുന്നത് കൊണ്ടോ ഞാൻ ആ ഒരാളുടെ ബ്രദറിൻ്റെ ബാക്കിലിരുന്നോണ്ടോ എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല. കേട്ടല്ലോ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. തനിക്ക് യാതൊരുവിധ മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ഹിബ തന്നെ തുറന്നു പറയുന്നു. അതിന് വേലക്കിനൊന്നും വേണ്ടല്ലോ. ഒരു പെൺകുട്ടി ഒരു ചെക്കൻ്റെ കൂടെ ബൈക്കിൽ പോയി എന്ന് കരുതി അവിടെ എന്തെങ്കിലുമൊക്കെ മോശം സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. എല്ലാവരും ഒരേപോലെ അല്ല. ലോകത്ത് എല്ലായിടത്തും നല്ല മനുഷ്യന്മാരുമുണ്ട്, മോശം മനുഷ്യന്മാരുമുണ്ട്. നമ്മളിവിടെ വിദേശ സഞ്ചാരികളായിട്ടുള്ള ഏതെങ്കിലും വനിതകളോട് മോശമായി പെരുമാറാറുണ്ടോ? വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. ലോകത്ത് പലയിടങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതിപ്പോ ലോകത്തിലെ ഏത് കോണിലാണെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ അത്ര സേഫ് അല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അത് സ്ത്രീയുടെ പ്രശ്നമല്ല. അവൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. പുരുഷന്മാർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും അതാവാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ യാത്രയിൽ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ചില മോശം ആളുകളാണ്. ഇവര് ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകും. സ്ത്രീകളെ മുതലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊരു സ്ത്രീയെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ആവേശം കൂടും. സോ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മാക്സിമം സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴി. അതിപ്പോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുവിധം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇവിടെ താൻ എല്ലാവിധ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാണെങ്കിൽ എങ്ങനെ അത് നേരിടണമെന്ന് തനിക്ക് അറിയാമെന്നും ഇപ്പൊ തുടർന്ന് പറയുന്നുണ്ട്. എന്തായാലും കേട്ടോക്കാം. യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്. എന്നെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നവരോട് എങ്ങനെ പെരുമാറണമെന്നും എനിക്കറിയാം. അതിനുള്ള എല്ലാ രീതിയിലുള്ള സജ്ജീകരണത്തിൽ തന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം അത്രയും മോശം കമൻസ് ഞാൻ കാണാൻ
കേൾക്കാനിടയായി. ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അയാളെ പറ്റി അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്, അതുപോലെ എന്തെങ്കിലും കണ്ടുകൊണ്ട് എന്തെങ്കിലും ജഡ്ജ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു സഞ്ചാരിയും അവരുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ യാത്ര ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെയാണ്, എൻ്റെ സേഫ്റ്റി എനിക്കറിയാം എങ്ങനെ നോക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവക്ക് എന്നും സേഫ്റ്റി ആയി തന്നെ യാത്ര ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നേരിടാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഹിബയുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ല, അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളൊന്നും ഇതേപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ധൈര്യപ്പെടുകയില്ല കേട്ടോ. അത് വേറെ കാര്യം. ആഫ്രിക്കയിലെ വനപ്രദേശങ്ങളിലൂടെ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെയൊക്കെ ഇടയിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് നല്ല ധൈര്യം തന്നെ വേണം. അതിപ്പോ ആഫ്രിക്ക ആവണമെന്നില്ല, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരമായിട്ടുള്ള ന്യൂയോർക്കിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെതായ ധൈര്യം നമുക്ക് വേണം. നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളത് ഓർക്കണം. നമ്മുടെ നാട്ടിലൂടെ തന്നെ നമുക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടി തോന്നാറുണ്ട്. അപ്പൊ പിന്നെ ലോകത്തിലെ പല കോണുകളിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ ധൈര്യമൊന്നും പോരാ. പ്രത്യേകിച്ച് ഒരു സ്ത്രീയും കൂടി ആകുമ്പോൾ എപ്പോഴും നമ്മുടെ സേഫ്റ്റി ശ്രദ്ധിക്കുകയും കൂടി വേണം. എന്തായാലും മാക്സിമം ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. അരുണിമയെ പോലെയൊക്കെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ഹിബയോട് പറയാനുള്ളത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.